നമസ്കാരം. പാഴായിപ്പോയ 10 കൊല്ലത്തിന്റെ വേദന ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് മനഃപൂർവ്വം അതൊക്കെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തരുത്. ശൈലിംഗം ആരംഭിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിലേറിയിട്ടൊരു 1.5 മാസം. അതിനിടയ്ക്ക് ആ സർക്കാരിനെ ക്രൂരമായി വിമർശിക്കണം, അല്ലെങ്കിൽ പിടിച്ച് താഴെ ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവും. ഞങ്ങളൊരിക്കലും UDF വാലാട്ടികളല്ല. ഞങ്ങൾക്ക് എല്ലാ സർക്കാരുകളും ഒരുപോലെയാണ്. BJP ആയാലും UDF ആയാലും LDF ആയാലും. ശ്രീ പിണറായി വിജയന്റെ ആദ്യത്തെ 5 വർഷം ഉപാധി രഹിത പിന്തുണയാണ് ഞങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ നടപടികളെ പൂർണ്ണമായും അതിന്റെ തെളിവുകൾ പലതും തരാം. അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനുള്ള പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടം പോലുമുണ്ട്. തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെയുള്ളൊരു സർക്കാർ പിന്നീടുള്ള 5 വർഷമാണ് കൊലച്ചതി നടത്തിയത്. പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി അതിന്റെ രേഖകളിലോട്ടാണ് വരുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം ഒരു കത്താണ്. എലിസബത്ത് എന്നാണ്. എലിസബത്ത് ഇയാൾ. കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിൻവാങ്ങാൻ അതിന് ടാറ്റ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. കപ്പൽശാലയുടെ കാര്യത്തിൽ ടാറ്റ 10,000 കോടി നിക്ഷേപിക്കാം എന്ന് പറഞ്ഞത് ടാറ്റ പിന്നോട്ട് പോയി, അല്ലെങ്കിൽ അവർ വന്നില്ല എന്ന് പറഞ്ഞതിനുള്ള പ്രതികരണമാണ്. പിൻവാങ്ങാൻ അതിന് ടാറ്റ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഒരു VGF ഫണ്ട് പോലും തരാതിരുന്ന കേന്ദ്രം മലമറിക്കുമെന്ന് LDF ഗവൺമെന്റ് വിശ്വസിക്കണമായിരുന്നു. ഒരു റെയിൽവേ കണക്ഷൻ ഉണ്ടാക്കാൻ ഒരു പ്രാഥമിക നടപടികൾ പോലും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം അതുണ്ടാകട്ടെ. അപ്പൊ കൃത്യമായും എന്റെ സഹോദരി ഒരു LDF ഫാനാണെന്ന് വ്യക്തമാണ് വരികൾക്കിടയിൽ വായിച്ചാൽ. ഈ ഗവൺമെന്റ് റെയിൽവേ കണക്ടിവിറ്റിക്ക് വേണ്ടി യാതൊന്നും പ്രാഥമിക നടപടികൾ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അധികാരത്തിൽ വന്ന 50 ദിവസമായ ഒരു ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ 10 വർഷം ഇരുന്നവർ എന്താണ് ചെയ്തത് എന്നല്ലേ ആദ്യം തിരിച്ചു ചോദിക്കേണ്ടത്. മനഃപൂർവ്വം നമ്മളെ കൊണ്ട് പഴയത് വീണ്ടും പറഞ്ഞ് എന്താണ് പറയുക, ഈ പുണ്ണ് ചൊറിഞ്ഞ് വലുതാക്കുക എന്ന് പറയുന്നത് പോലെ ഞങ്ങളതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തിയാൽ മറുപടി എലിസബത്ത് ആയാലും എലിസബത്ത് രാജ്ഞി ആയാലും മറുപടി കൊടുത്തേ പറ്റൂ. ഇവിടെ TN തമിഴ്നാട് CM വിജയ്സ് വൈറൽ വീഡിയോ വിത്ത് വെൻഫാസ്റ്റ് ടോയ് കാർ റിവൈവ്സ് ഡിബേറ്റ് ഓൺ കേരളാസ് ലോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. അദ്ദേഹം ടോയ് കാറിന്റെ വെൻഫാസ്റ്റിന്റെ അതിനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ പുറത്തു വന്നു എന്ന് പറയുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രമാണ് ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ദിവസം ഇതിന്റെ സത്യാവസ്ഥയൊന്നും പുറത്തു വന്നില്ല. ഇപ്പൊ 2-3 ദിവസത്തിനുള്ളിൽ, എനിക്ക് തോന്നുന്നു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, തലസ്ഥാന നഗരം എങ്ങനെ ചതിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് കേരളം എങ്ങനെ ചതിക്കപ്പെട്ടു, കഴിഞ്ഞ 10 വർഷത്തെ നടപടികൾ, വ്യവസായ വകുപ്പിന്റെ ചെയ്തികൾ, കേരളത്തിന്റെ ജനജീവിതത്തിൽ തീ കോരിയിട്ട നാളുകൾ. The Vietnamese automotive manufacturer was in talks with the Kerala government during the term of the previous LDF government, exploring the options of setting up their production facility in Kerala. തമിഴ്നാട്ടിലോട്ട് പോകുന്നതിന് ആദ്യം കേരളത്തിൽ വന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയില്ല ഈ വിവരം. ഇതൊക്കെ മറച്ചുവെച്ചു. കേരളത്തിലെ വ്യവസായ വകുപ്പും മുഖ്യമന്ത്രിയും ഇതൊക്കെ മറച്ചുവെച്ചു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുതിയ ഗവൺമെന്റ് അതൊന്ന് അന്വേഷിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആരോ ഇവിടെ വാഗ്ദാനം ചെയ്തെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പൊതുവേദിയിലാണ് പറഞ്ഞത്. പുതിയ മുഖ്യമന്ത്രി അതൊന്ന് അന്വേഷിച്ച് വ്യക്തമാക്കി തരണം. ഇവിടെ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ തൂത്തുക്കുടിയിൽ കാർ ഇറക്കിക്കഴിഞ്ഞ കമ്പനി വിയറ്റ്നാം കമ്പനിയാണ്. കേരളത്തെ വിയറ്റ്നാം കോളനി പോലെ തമ്മിലടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ആ കമ്പനിയെ, വിയറ്റ്നാം കമ്പനിയെ അടിച്ചോടിച്ചു. അവരിങ്ങനെ കേരളത്തിൽ അവരുടെ സ്ഥാപനം, തമിഴ്നാട്ടിൽ പോകുന്നതിന് മുമ്പാണെന്ന് ഓർക്കണം, കേരളത്തിലെ സ്ഥലം ചോദിച്ചു. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് ഓഫേർഡ് ലാൻഡ് അറ്റ് ആൻ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. സ്ഥലം ചോദിച്ചപ്പോ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം നൽകാമെന്ന് പറഞ്ഞത്. അപ്പോ എവിടെയെങ്കിലും സ്ഥലം നൽകാമെന്ന് പറഞ്ഞല്ലോ, അത് കണ്ണൂരാണ് വേണ്ടത്. പക്ഷെ അവരുടെ ആവശ്യം എന്താണ്? The company was also learned to be looking for space in other parts of the state, including Trivandrum, Adiyara Simple. തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് അവർ സ്ഥലം ചോദിച്ചു.
ഒരു കാർ ഫാക്ടറി എന്ന് ഓർക്കണം. എത്ര ആയിരം പേർക്ക് ജോലി കിട്ടുന്നതെന്ന് ഓർക്കണം. തിരുവനന്തപുരത്ത് സ്ഥലം ചോദിച്ചു. എന്താണ് കാര്യം? തുറമുഖം ഇവിടെയാണ്, നേരിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തുറമുഖം ഇവിടെയാണ്. കാറുകൾ കണ്ടെയ്നറിൽ വരെ കയറ്റിക്കൊണ്ടുപോകുന്ന കാലമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ വന്ന്, അല്ലാതെ കേരളത്തിന്റെ പുണ്യ ഭൂമിയുടെ മഹത്വം കണ്ടിട്ടൊന്നുമല്ല. ഇവിടെ ഗുണ്ടാപ്പടകളൊക്കെ ഉള്ള വിവരം അവർക്ക് അറിയാമെങ്കിലും തുറമുഖത്തിന്റെ പ്രയോജനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് അവർ കേരളം അന്വേഷിച്ചത്, അതിൽ തന്നെയും തിരുവനന്തപുരം അന്വേഷിച്ചത്. അപ്പൊ എന്താണ് ഉത്തരം? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് ഓഫേർഡ് ലാൻഡ് അറ്റ് ആൻ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. തിരുവനന്തപുരവും വേണ്ട, കൊല്ലവും വേണ്ട, ആലപ്പുഴയും വേണ്ട, പത്തനംതിട്ടയും വേണ്ട, എവിടെയും വേണ്ട. എവിടെ പോകണം? കണ്ണൂരിൽ പോകണം. കണ്ണൂർ ഗവൺമെന്റ് ആയിരുന്നല്ലോ. കണ്ണൂർ ഗവൺമെന്റിന് കണ്ണൂരല്ലാതെ വേറൊരു സ്ഥലവും കേരളത്തിലില്ല. പിന്നെ വേറെ ചിലർക്ക് വേറെ സ്ഥലം കൂടി ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും കൂടി കേരളത്തിൽ വരേണ്ടിയിരുന്ന ഒരു നിക്ഷേപം. തിരുവനന്തപുരത്ത് വരണ്ട, കൊല്ലത്ത് വരാമല്ലോ, പത്തനംതിട്ടയിൽ വരാമല്ലോ, ആലപ്പുഴയിൽ വരാമല്ലോ, കോട്ടയത്ത് വരാമല്ലോ. എവിടെ വരാൻ പാടില്ല, കണ്ണൂരേ വരാവൂ എന്ന് പറയുന്ന തരത്തിൽ കേരളത്തെ നശിപ്പിച്ച് അവര് കേരളം കളഞ്ഞിട്ട് പോയി. കണ്ണൂരും എടുത്തില്ല, വേറെ ഒരു സ്ഥലവും എടുത്തില്ല. അപ്പൊ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടുത്തി. കണ്ണൂരെങ്കിലും വന്നാൽ നമുക്ക് സഹിക്കാമായിരുന്നു. കണ്ണൂരും വന്നില്ല. അങ്ങനെ അവർ കേരളത്തെ ഉപേക്ഷിച്ചാണ് തമിഴ്നാട്ടിൽ തൂത്തുക്കുടി പോർട്ടിലോട്ട് പോയത്. ഇങ്ങനെ ഒരു ചതിക്കഥ ഇത്രയും നാളും ഇതിന്റെ രേഖകളില്ലായിരുന്നു. ഇപ്പൊ കൃത്യമായി രേഖകൾ വന്ന് തലസ്ഥാനത്തെ വെട്ടി അരിഞ്ഞില്ലാതാക്കണമെന്ന് ദൃഢനിശ്ചയമെടുത്ത ഒരു ഭരണകൂടമായിരുന്നു ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണകൂടം. അവർ വീണ്ടും അതിന്റെ പിണിയാളുകൾ വീണ്ടും വന്നിരുന്ന പുതിയ ഗവൺമെന്റിനെ ശ്വാസം വിടാൻ അനുവദിക്കാതെ അവർക്കൊന്ന് കുറച്ച് സമയം കൊടുക്കുക. ടീത്തിങ് ട്രബിൾ എന്ന് പറയാം. തുടക്കത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ചവർ മുന്നോട്ട് പോകുന്നതിന് അവരെ അനുവദിക്കുക. നിങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് കാണില്ല. കാര്യം പത്രാസിൽ നടക്കണ്ടേ. 10 കാറുകളുടെ പത്രാസിൽ അകമ്പടിയോടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ തുരങ്കപാത സന്ദർശിക്കായപ്പോൾ മുണ്ടും മടക്കി കുത്തി ഒറ്റയ്ക്ക് ഒരു കൊടയും പിടിച്ചു നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാമല്ലോ. ഈ പത്രാസ് എങ്ങനെയാണ് കാണിച്ചത്? ആരോടാണ് കാണിച്ചത്? ആരുടെ ചെലവിലാണ് കാണിച്ചത്? അങ്ങനെയൊക്കെ ജീവിച്ചാൽ കുറച്ചുനാൾ അടങ്ങിയിരിക്കുക, കുറച്ചുനാൾ മിണ്ടാതിരിക്കുക. ഇവിടെ ഒരു സർക്കാരിനെ 102 സീറ്റ് കൊടുത്താണ്, 75% വോട്ട് കൊടുത്താണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അത് നിങ്ങളുടെ കൊള്ളരുതായ്മകൾ കൊണ്ട് മാത്രമാണ്, അല്ലാതെ UDF നേട്ടം കൊണ്ടൊന്നുമല്ല, UDF പ്രകടന പത്രിക കണ്ടുകൊണ്ടുമല്ല. നിങ്ങളുടെ കൊള്ളരുതായ്മകൾക്ക് നേരെയുള്ള ജനങ്ങളുടെ കാർക്കശ്യമായ പ്രതികാരമാണ് UDF വോട്ടായി മാറിയത്. അതെങ്കിലും മനസ്സിലാക്കി കുറച്ചു നാളത്തേക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുക. അവരൊന്ന് മര്യാദയ്ക്ക് ഭരിച്ച് കാണിക്കട്ടെ. അവർ ഭരിച്ചില്ലെങ്കിൽ അവരെയും ജനങ്ങൾ ഇതുപോലെ കൈകാര്യം ചെയ്തു വിടും. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇനി തുറമുഖത്തിന് പുറത്തൊക്കെ ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റിന് പുറത്ത് സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതിയായിട്ട് ട്രേഡ് ഇൻഡസ്ട്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ശൈലിംഗമന്ത്രിയുടെ ഒരു സുഹൃത്തുണ്ട്, കാരിയേഴ്സ് നെറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ സൗകര്യം MT യാർഡൊക്കെയുള്ള ഒരു തൊട്ടടുത്ത്, പോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് സ്ഥാപനമുണ്ട്. അതിന്റെ വിവരങ്ങൾ ഫോട്ടോ സഹിതം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അത്തരം സൗകര്യവും സേവനവും ആവശ്യമുണ്ടെങ്കിൽ ഗേറ്റ് ഇൻ ഔട്ട്, ഗേറ്റ് കടന്നു പോകാനും പുറത്തു വരാനുള്ള സൗകര്യം, സ്റ്റോക്കിംഗ് ഏരിയ, റിപ്പയർ ആൻഡ് വാഷിംഗ് ഏരിയ, കണ്ടെയ്നർ റിപ്പയർ ചെയ്യാനും കണ്ടെയ്നർ വാഷ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു പ്ലോട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ് നടത്തിയിരിക്കുന്നത്. പോർട്ടിന് തൊട്ടടുത്ത് അറിയാമല്ലോ, ഇപ്പോഴത്തെ വിലയുടെ സമയത്ത് അവർ അങ്ങനെ ഒരു സൗകര്യം പോർട്ടിന് തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 18 മുതൽ ആ സൗകര്യം ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ശൈലിംഗമന്ത്രിയെ കോൺടാക്ട് ചെയ്താൽ മതി. ആ കമ്പനിയുടെ കോൺടാക്റ്റും മറ്റ് വിവരങ്ങളും നൽകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോർട്ടിന് പുറത്ത് ഇത്തരം സൗകര്യങ്ങൾ പതുക്കെ പതുക്കെ ഒരുങ്ങി വരുന്നുണ്ട്. അത് വലിയ മേജർ ഇൻവെസ്റ്റ്മെന്റ്സും വരുന്നുണ്ട്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സും വരുന്നുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 18 അത്തരം സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.